നമസ്കാരം. കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുപോയ ഭക്ഷണങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരെക്കാൾ ആധികാരികമായി ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ മറ്റൊരു അതിഥിയെ നമുക്ക് ലഭിക്കാനില്ല. അബിത മാം ഒപ്പം മൃണാളും രണ്ടുപേരും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരാണ്. പ്രത്യേകിച്ച് യാതൊരു മുഖവുരയുടെയും ആവശ്യമില്ലാത്ത രണ്ടാൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുപോയ ഭക്ഷണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ലിസ്റ്റുകൾ ഞാൻ ആദ്യം ഇവരെ ആയിട്ടുള്ള ഡിസ്കഷന് മുമ്പ് ഞാൻ നോക്കി. ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇതൊന്നും കേരളത്തിൻ്റെ ഭക്ഷണങ്ങളല്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവർക്കായിരിക്കും ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി പറയാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നു. മൃണാളിൽ നിന്ന് ഞാൻ തുടങ്ങാം. നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ഭക്ഷണം നമുക്കെല്ലാവർക്കും അറിയാമല്ലേ? പൊറോട്ട, ചായ, മസാല ദോശ, ഈ അടുത്ത കാലത്ത് കയറി വന്ന ഷവർമ, പിന്നെ നമ്മുടെ സ്വന്തം ബിരിയാണി. ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് വിറ്റുപോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു തർക്കം നടക്കാൻ പോകുന്നത് എന്തിലാന്ന് വെച്ചാൽ ബിരിയാണിയുടെ കാര്യത്തിലാണ്. അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ അല്ല, ഞാൻ കോഴിക്കോട്ടുകാരനല്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ കോഴിക്കോട്ടുകാർക്ക് ലഗോൺ ചിക്കൻ ബിരിയാണി അല്ല, ബ്രോയിലർ ബിരിയാണിയാണ്. നിങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അത് ബ്രോയിലർ ചിക്കൻ ബിരിയാണി ആയിരിക്കുമല്ലോ, ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരിക്കുമല്ലോ. രണ്ടും ഉണ്ട്. എന്നാലും ലഗോൺ ബിരിയാണി എന്ന് പറയുന്നത് സാധാരണ ഒരു കല്യാണത്തിനും അങ്ങനത്തെ ഒരു ഒക്കേഷനെ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊരു ലഗോൺ ബിരിയാണി എന്ന് പറയുന്നത് വീടുകളിൽ ഉണ്ടാക്കില്ല. അതിൻ്റെ കുക്കിംഗ് സിസ്റ്റം തന്നെ വ്യത്യാസമാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. മൃണാൾ കൂടുതൽ കഴിക്കുന്ന ആളെ പറ്റിയായിരിക്കും പറയാം. അപ്പം ലഗോൺ ബിരിയാണി എന്ന് പറയുന്നത് നമ്മളൊരു വലിയൊരു ഫങ്ഷൻ, ഒരു 10-20 കിലോ എല്ലാം ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പം അത് ഉണ്ടാക്കാൻ കുറേ സമയം വേണം. ആ സമയത്തിലാണ് അതിൻ്റെ മസാല അതിൻ്റെ ചിക്കനിലേക്ക് പെനിട്രേറ്റ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ബ്രോയിലർ ആകുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് പോവും. നമ്മൾ വിചാരിച്ച ഒരു മസാലയുടെ ആ ഒരു ഫീൽ അതിലേക്ക് കിട്ടൂല. പിന്നെ സെക്കൻഡറി ഞാൻ പറയട്ടെ, ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ചെറുപ്പത്തിലുള്ള കോഴി. ഇതിപ്പോൾ ഇതിനായിട്ട് വളർത്തിയൊരു സാധനമാണല്ലോ. അത് കൾച്ചേർഡാണ്. ഇപ്പം നമ്മളിപ്പോൾ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന കല്ലുമ്മക്കായും ഇവിടെ കൾച്ചർ ചെയ്തുണ്ടാക്കുന്ന കല്ലുമ്മക്കായും രണ്ടല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ചിക്കനും ഇപ്പം നമ്മൾ വിചാരിച്ചൊരു ഇതല്ല, ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ്. ആൾക്കാർ അത്രയും കഴിക്കാൻ തുടങ്ങിയോണ്ട് അത്രയും സാധനം വേണ്ടി വന്നുകൊണ്ട് നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ഐറ്റം അല്ലാതായി എന്നാണ്. അതൊരു വലിയ പോയിൻ്റാണ്. കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫുഡിൻ്റെ ഓതൻറ്റിസിറ്റി, ടേസ്റ്റ്, അതിൻ്റെ പ്യൂരിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രോയിലർ ചിക്കനാണ് കൂടുതൽ വിറ്റ് പോവുക. എന്നോട് ചോദിച്ച ആട് ബിരിയാണി അല്ലാതെ വേറെ ഒന്നിനും ബിരിയാണി എന്ന് വിളിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറയാം. പക്ഷേ കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺലൈൻ ബ്രാൻഡ്, ബിരിയാണി ബ്രാൻഡ് എൻ്റെയാണ് എന്നാണ് അവർ പറയുന്നത്, ഓൺലൈൻകാർ പറയുന്നത്. ആട് ബിരിയാണി ഇല്ല, വെറും ബ്രോയിലർ ചിക്കൻ ബിരിയാണിയേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ആട് ബിരിയാണി അറിയുള്ളൂ. ഞങ്ങളൊക്കെ ആട് ബിരിയാണി കഴിക്കുന്ന അതൊരു അഫോർഡബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതല്ലേ ചിക്കൻ ബിരിയാണിക്ക് ഇത്ര പോപ്പുലാരിറ്റി വന്നത്. പോട്ടെ, ഇപ്പം മന്തി എന്തായി? എന്തുകൊണ്ടാണ് മന്തി കയറി പിടിക്കാൻ തുടങ്ങിയത്? ഇറ്റ്സ് ആക്ച്വലി ഒരു ബിരിയാണി ഉണ്ടാക്കിയാൽ 550-600 രൂപ ഒരു കിലോന് വേണം. കോഴി ബിരിയാണി വെക്കണമെങ്കിൽ. മന്തി വെക്കണമെങ്കിൽ എത്ര വേണം? ഒരു 250-300 രൂപയുടെ ഒരു മന്തി ഉണ്ടാക്കിക്കൂടെ കിലോ? പക്ഷേ ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് 400 രൂപ 500 രൂപ കൊടുത്താൽ 4 ആൾക്ക് കഴിക്കാൻ ബിരിയാണി പറ്റുമോ? മന്തിയല്ലേ പറ്റുള്ളൂ. ഒരു ഫുൾ മന്തി 500 രൂപ 550 രൂപയ്ക്ക് കിട്ടും. 4 ആൾക്ക് കഴിച്ചൂടെ? പക്ഷെ അതിന്റെ ലാഭാരിക്ക കൂടുതലുള്ളത്. ബിരിയാണി ഉണ്ടാക്കുന്ന അരിക്ക് 120 രൂപ കിലോന് കൊടുക്കണം. മന്തിൻ്റെ അരി ഉണ്ടാക്കാൻ ആകെ എത്ര പൈസ കൊടുക്കണം? 45 രൂപ 50 രൂപയ്ക്ക് കിട്ടും. ഉള്ളി വേണ്ട, പച്ചമുളക് വേണ്ട, നെയ്യ് വേണ്ട.
ഇത് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഭക്ഷണം അതിൻ്റെ ഓതൻറ്റിസിറ്റി ആയിട്ടോ പ്യൂരിറ്റി ആയിട്ടോ സ്വാദുമായിട്ടോ ഒരു ബന്ധവുമില്ല. അതിൻ്റെ പൈസയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇതാണ് സത്യം. ഒരിക്കലുമല്ല. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക അസല് ബിരിയാണി ആയിരുന്നു എന്നാണ്. അതല്ലേ അവിടെ ചെന്നുണ്ടോ ചെക്കനുണ്ടോ കാര്യങ്ങൾ നടന്നോ എന്നല്ല ചോദിക്കുന്നത്. പക്ഷേ അത് കാശുള്ളവന്റെ വീട്ടിലെ കല്യാണമല്ലേ? അല്ലേ? ഇതാണ് കോഴിക്കോട്ടുകാരുടെ കുഴപ്പം. നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ കേരളത്തിലെ ബാക്കി എല്ലായിടത്തും നിങ്ങളെ പോലെയാണ് ആൾക്കാരെന്നാണ്. അങ്ങനല്ല. 95% ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്, അതും ബ്രോയിലർ ചിക്കൻ. സീരിയസ്ലി. സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിയായിരിക്കും, പക്ഷെ ടേസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ആ കൂട്ടത്തിൽ ഡെഫിനറ്റ്ലി ഞാൻ മട്ടൻ ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ, അതാണ് പക്ഷെ ഞാൻ ചിക്കൻ ബിരിയാണി മാത്രമേ വിൽക്കുള്ളൂ. വിൽക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ ഷവർമയിലേക്ക് വന്നാൽ 500 കൊല്ലം മുമ്പ് ടർക്കിയിൽ ഓട്ടോമാൻ ആ കാലത്ത് ആടിനെ വെച്ചിട്ടാണ് ഷവർമ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആടായിരുന്നു. ഇന്ന് ആടിൻ്റെ ഷവർമ എവിടെയെങ്കിലും കിട്ടുമോ? ആടിന്റെ ഷവർമ മുതലാവില്ല വിറ്റാൽ, അതാണ് റീസൺ. അതാണ് പോയിന്റും. പക്ഷേ ടേസ്റ്റ് അതിനല്ലേ. ഇപ്പൊ ഡോണർ കബാബ് എന്നാണ് ടർക്കിക്കാർ പറയുക. ഇപ്പം നിങ്ങളായാലും ആടിൻ്റെ ടേസ്റ്റ് ബ്രോയിലർ കോഴിക്ക് കിട്ടൂല എന്ന് നിങ്ങൾ പറയൂലേ? 100% അങ്ങനെ തന്നെയാ. നമ്മളുടെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞങ്ങൾ നല്ല വേവിച്ച ചേനയും ചക്കയും ഒക്കെ തിന്ന് നടന്ന ആൾക്കാരാണ്. മെല്ലെ കുറച്ച് മീനായി അല്ലേ. അതിൻ്റെ ശേഷം അറബ്സ് ഇങ്ങോട്ട് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസിനെ കഴിക്കാൻ തുടങ്ങിയത്. അന്ന് ഞാനൊക്കെ ചെറുപ്പത്തിലേ ഒരു കോഴിനെ കഴിക്കണമെങ്കിലേ രാവിലെ തന്നെ കോഴിനെ കൂട്ടുന്ന് വിടും. അപ്പോൾ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ 12 മണിക്ക് അവർ കയറി വരിക. ആ സമയത്ത് ഉമ്മ പറയും, അയ്യോ ഇപ്പം വേണമല്ലോ കോഴി. ആ വളപ്പ് മുഴുവൻ ഓടിച്ച് കോഴീനെ ക്ഷീണാക്കി കോഴി ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് അതിനെ പിടിച്ച് അറക്കാൻ കൊണ്ടുപോകണം മൊല്ലാക്കൻ്റെ അടുത്ത്. ലൈക്ക് അത് അയാൾക്ക് അറക്കാൻ പാടുള്ളൂ. അങ്ങനെ അറുത്ത് കിട്ടുന്ന ഒരു കോഴിയുടെ ഇറച്ചി അന്ന് വരുന്ന വിരുന്നുകാരും വീട്ടുകാരും ഒക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് 1 kg വേണം. അപ്പൊ എന്ത് ചെയ്യും? അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അത് ശരിയല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആബിദ മാമിനോട് സെഷന് മുമ്പ് സംസാരിച്ചിരുന്നപ്പോൾ മാം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ് ബീയിങ് ഇൻ കാലിക്കറ്റ് നമ്മൾ സ്പൈസസിൻ്റെ കാര്യം പറയണം. റൈറ്റ്. നമ്മൾ ബിരിയാണിയുടെ ചരിത്രം പറഞ്ഞാൽ അറബി നാട്ടിൽ നിന്ന് നമ്മുടെ തലശ്ശേരിയിലും അല്ലെങ്കിൽ കോഴിക്കോട്ടും ഒക്കെ വന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നത് അരിയും ആടും രണ്ടും കൂടെ ചേർത്തൊരു വിഭവം ഉണ്ടാക്കാമെന്നാണ്. നമ്മളാണ് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്തത്. നമ്മളാണ് തീരുമാനിച്ചത്, മലബാറുകാരാണ് തീരുമാനിച്ചത് ജീരകശാല അരി ഉപയോഗിക്കാം. അറബികൾ അതല്ലല്ലോ ഉപയോഗിക്കുന്നത്. നമ്മുടെ കോൺട്രിബ്യൂഷൻ അതാണ്. എല്ലാത്തിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ മസാല ദോശ നന്നായി വിറ്റുപോകുന്ന ഭക്ഷണമാണ്. പക്ഷേ ഉടുപ്പി ബ്രാഹ്മണന്മാരാണ് കണ്ടുപിടിച്ചത്. അവരുടെ സാമ്പാറിന് മധുരമുണ്ട്. നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും മസാല ദോശയുടെ കൂടെ കിട്ടുന്ന സാമ്പാറിന് മധുരമില്ലല്ലോ. നമ്മളാണ് നമ്മുടെ സ്പൈസസ് അതിനകത്തേക്ക് ആഡ് ചെയ്തത്. മാമിന് എന്താണ് സ്പൈസസിന്റെ? ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് മുതൽ ലൈക്ക് ഞാൻ എത്രയോ കാലങ്ങൾ 500 1000 കൊല്ലങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടായിരുന്ന ഏലക്കായും പട്ടയും പൂവും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനെ തേടിയിട്ടല്ലേ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നത്. ഈ ലോകം തന്നെ പരിചയപ്പെട്ടത് ഈ സ്പൈസസിൻ്റെ മേലെയല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോഴിക്കോട് എനിക്ക് അറിയുന്ന നോളജിൽ കോഴിക്കോട് മലബാർ അല്ലേ, ആ ഇവിടെ ഉണ്ടാവുന്ന ഏലക്ക പട്ട പൂവ് ജാതിക്ക ജാതിപ്പത്തിരി അല്ലാണ്ട് തക്കോലം ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഉണ്ടാവുന്ന സ്പൈസസ് ആണ് ഇവരൊക്കെ കൊണ്ടുപോയത്. അവരിവിടെ വരുമ്പം അവരൊരു ഇറച്ചിയും ചോറും ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു. നമ്മളെ ബിരിയാണി എങ്ങനെ ഉണ്ടായി? നമ്മൾ അതിനെ തട്ടിക്കൂട്ടി നമ്മളെ മുഞ്ചുള്ള സ്പൈസസിന് അതിലേക്ക് ഇട്ട് അതൊരു ബിരിയാണിയാക്കി. സത്യം പറയുകയാണെങ്കിൽ തിരിച്ചു വന്ന അറബി ഇത് കഴിച്ചപ്പോൾ അയാൾ തൊപ്പിയൂരി അതിനെ കൂടി സല്യൂട്ട് ചെയ്ത്. അതാണ് കോഴിക്കോട്ടുകാരൊരു ഗുണം. അതെ. വേറൊരു സംഭവം കൂടി ഉണ്ട്.
ഇവര് സായിപ്പന്മാർ വന്നിട്ട് നമ്മുടെ ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്ക് ഈ സ്പൈസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഈ സ്പൈസസ് ആദ്യം വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അവർ സ്പൈസസിൻ്റെ തൈ കൊണ്ടുപോകാൻ തുടങ്ങി. ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നട്ട് വളർത്താലോ, അപ്പോൾ സാമൂതിരിക്ക് പൈസ കൊടുക്കണ്ടല്ലോ. പക്ഷെ സാമൂതിരി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവരിതൊക്കെ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റൂല. ഞാറ്റുവേല ഉണ്ടെങ്കിൽ ഇതിനകത്ത് പൂക്കൂ കായ്ക്കൂ ഇത് സംഭവം നടക്കുകയുള്ളൂ. നമ്മളെ തേടി വന്ന എല്ലാവരും നമ്മുടെ അടുത്തുനിന്ന് സ്പൈസസ് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് വന്നത്. അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റോഫർ കൊളംബസ് ഇതിനു വേണ്ടി വന്ന ആളാണ്. പക്ഷെ മൂപ്പരുടെ വഴി മാറിപ്പോയി. മൂപ്പര് വിചാരിച്ചത് അമേരിക്കയിലെത്തി, പക്ഷെ അത് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്നാണ് മൂപ്പര് വിചാരിച്ചത്. മരിക്കുന്നത് വരെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ സ്പൈസസ് ഇന്നും ഇവിടെ വലിയ കമ്പനികളുണ്ട് നമ്മുടെ സ്പൈസസിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വിദേശികൾക്ക് വിൽക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ബ്രില്യൻസും അതാണ്. പക്ഷേ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇത്രയും മനോഹര ഭക്ഷണം ഉണ്ടാക്കുന്നു, പക്ഷെ ഒരു പുറം രാജ്യത്ത് ഒരു അമേരിക്കക്കാരന്, ഒരു ഓസ്ട്രേലിയക്കാരന്, അല്ലെങ്കിൽ ഒരു ജപ്പാൻകാരന് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്പൈസ് കുറച്ചിട്ടല്ല ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. എരിവാണ് റെസ്റ്റോറൻറ്റുകളിൽ കൂടി വരുന്നത്. എരിവും തേങ്ങാപ്പാലും ആലോചിച്ചിട്ടുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ കുരുമുളക് എന്ന് പറയുന്നത് ഒരു കറുത്ത പൊന്നാ. നമ്മളെല്ലാം അത് വിറ്റിട്ട് ചുവന്ന മുളക് തിന്നാൻ തുടങ്ങിയതാ. അതിലാണ് പൈസ അല്ലേ? അങ്ങനെയാണ് നമ്മളെ കുസീനിൽ എല്ലാ കുരുമുളകും നല്ലോണം പാക്ക് ചെയ്ത് ഡോളറിന് വിറ്റ് ബാക്കിയുള്ള കഴിക്കണ്ടേ, ഞങ്ങൾക്ക് മുളക് മതി. അങ്ങനെയാണ് നമ്മളെ കുസീനിൽ മുളക് ഡോമിനേറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയത്. പക്ഷേ ഈ സ്പൈസി എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് നമ്മളിപ്പോൾ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് അതിലെന്ത് സ്പൈസാണ് ഉള്ളത്? സി, വി ആർ നോട്ട് പ്രോപ്പർലി ഇൻട്രൊഡ്യൂസിങ് അവർ ഫുഡ് ടു ദ വേൾഡ്. ദ വേൾഡ് ഹസ് നോട്ട് കം ടു നോ വാട്ട് ദ മലബാറി ക്വിസീൻ ഇസ്. അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, വൺ അമംഗ് ഇറ്റാലിയൻ, ചൈനീസ്, എന്ത് കുസീൻ്റെ കൂടെ ഈ മലബാർ കുസീൻ എന്നുള്ളൊരു വാക്ക് മേ ബി വെരി സൂൺ ഇറ്റ് ഹസ് ടു കം. അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മളെ ഭക്ഷണം എന്താണ് എന്നുള്ളത്. ഇറ്റ്സ് നെവർ സ്പൈസി, ഇറ്റ്സ് നെവർ സ്പൈസി. എനിക്ക് രണ്ടുപേരോടും ചോദിക്കുന്ന കാര്യം, നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഷവർമ ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷസിനെ കുറിച്ചാണ്. പക്ഷേ ഞാൻ കോഴിക്കോടുകാരിയല്ല. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് ഞങ്ങൾക്ക് ഒരു വലിയ ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സദ്യയാണ്. സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് പെണ്ണുണ്ടോ ചെക്കനുണ്ടോ എന്നൊന്നും അന്വേഷിക്കാറില്ല. സദ്യക്ക് എത്ര പായസമുണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങളൊരു കല്യാണം അളക്കുക. 2 പായസമാണോ 4 പായസമാണോ? അപ്പോൾ ഈ സദ്യ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചിലവാകപ്പെടുന്ന ഒരു ഭക്ഷണമല്ലേ? അതെ, പക്ഷേ അതിൽ ഞാൻ പയ്യന്നൂരിനുകാരനാണ്. ഞങ്ങളുടെ ഓണസദ്യയുടെ ഒരറ്റത്ത് ലേശം ഇറച്ചിക്കറിയും നമ്മുടെ മരിച്ചുപോയ ഡയറക്ടർ സിദ്ദിഖി ഉണ്ടല്ലോ, സിദ്ദിഖി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് എനിക്ക് ഒരു കാര്യത്തിലേ അസൂയുള്ളൂ, ഓണത്തിന് എൻ്റെ വീട്ടിൽ പോലും വെജിറ്റേറിയനാണ്, പക്ഷേ നിൻ്റെ വീട്ടിൽ അന്നും നിനക്ക് മീൻ പൊരിച്ചതും ഇതും കഴിക്കാമല്ലോ എന്ന്. നമ്മൾ അങ്ങനെ ആയിപ്പോയി. മാമിന് എന്താണ് ഒരു വെജിറ്റേറിയൻ ഡിഷസിലേക്ക് വരുമ്പോൾ? അത് പറയാനേ അറിയില്ല. ഇത് നേരം വെളുക്കുമ്പോൾ എണീക്കുമ്പോൾ തുടങ്ങുന്നില്ലേ ഭക്ഷണത്തിൽ ഇറച്ചി മീന്, രാത്രിയോ അതന്നെ, നേരം വെളുക്കുമ്പോഴും അവസാനിക്കുമ്പോഴും നോൺ വെജിറ്റേറിയൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഏറ്റവും പറയുകയാണെങ്കിൽ അലീസ എന്ന് പറഞ്ഞിട്ടൊരു ഡെസേർട്ട് ഉണ്ട്, ദ ഓൺലി നോൺ വെജിറ്റേറിയൻ ഡെസേർട്ട് ഇൻ ദ വേൾഡ് എന്ന് ഞാൻ പറയാം. എന്താണ് പേര്? അലീസ. അലീസ. അത് എവിടെയും ഇല്ല ലോകത്ത്. ഞാൻ പല കുസീനും തെരഞ്ഞു നോക്കി, പക്ഷെ അലീസ ഇല്ല. ഇവിടെയുള്ള ആൾക്കാർ ബിരിയാണി കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു സാധനം അലീസ, അലിസ എന്ന് പറയും. അത് മട്ടൺ ഇട്ടിട്ടാ ഉണ്ടാക്കുന്നത്, ഷുഗർ കൂട്ടിയിട്ടാ കഴിക്കുന്നത്. അപ്പൊ നമ്മളുടെ എക്സ്ട്രീം എക്സ്റ്റെന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഹൗ ഗുഡ് വി ആർ ഇൻ നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഈ മലബാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ഇത് ഇവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മലയാളികളെ കാണിച്ചാൽ അവര് തോന്നുന്നു ഇവരെന്ത് പ്രാന്താണ് ഈ പറയുന്നതെന്ന്. കാരണം രാവിലെ
ഞാനൊരു തവണ, എൻ്റെ വീട് പയ്യന്നൂരാണ്, അപ്പം ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനും ഭാര്യയും കൂടെ ഒരു തവണ ഏർലി മോർണിംഗ് ഡ്രൈവ് ചെയ്യാണ്. രാവിലെ ആകുമ്പോൾ ട്രാഫിക് കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കൊയിലാണ്ടി എത്തി ഒരു 6 മണി സമയം. പൊറോട്ടയും മീൻമുളകും കിട്ടി രാവിലെ 6 മണി. ഒരു തിരുവനന്തപുരത്തോ ഒരു കൊല്ലത്തോ അല്ലെങ്കിൽ ഒരു കോട്ടയത്തോ നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? രാത്രിയിൽ ഇപ്പൊ ലേറ്റ് നൈറ്റ് കഫേസിലൊക്കെ ഇപ്പം പൊറോട്ടയും ബീഫും. ലേറ്റ് നൈറ്റ് അല്ല, ഏർലി മോർണിംഗ്. അതിവിടെ അല്ലാണ്ട് വേറെ എവിടെയും കാണില്ല. ഇനിയും ഞാൻ അത്ഭുതത്തോട് അടുത്തിടെ കേരളത്തിൽ മാറി വരുന്ന ഒരു ഫുഡിൽ കണ്ടിട്ടുള്ള കാര്യം, നമ്മുടെ ഇപ്പം ചായ തന്നെ എത്ര വെറൈറ്റി ചായകളാണ്. അത് വഴിയിലത്തെ ചായ ഷോപ്സിൽ ഞാൻ തന്നെ വിചാരിക്കും ഈ പേരൊക്കെ എന്താണെന്ന് എഴുതി ആ ചായ വാങ്ങിച്ച് പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ മാറുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ചായ ടേസ്റ്റുകൾ പോലും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? അതല്ല, കേരളത്തിൽ ചായക്കാരനെ കിട്ടാനില്ല കേരളവാല ചായ ഉണ്ടാക്കാൻ. അതിപ്പോൾ ഹിന്ദിക്കാരനാണ് ചായ ഉണ്ടാക്കുന്നത്, അയാൾക്ക് ഇഞ്ചി ഇടാണ്ട ചായ ഉണ്ടാക്കാൻ അറിയില്ല. നമ്മുടെ ചായയുടെ ചരിത്രം വെറും 150 കൊല്ലം പഴയതാണ്. അതായത് ഈ നീലഗിരി മുതൽ മൂന്നാർ വരെയുള്ള മലകളിൽ സായിപ്പ് വന്നിട്ട് ചായത്തോട്ടം ഉണ്ടാക്കുന്നു. അന്ന് ചായ എന്ന് പറയുന്നത് വളരെ റിച്ചായിട്ടുള്ള ആളുടെ ഒരു സംഭവമായിരുന്നു. സാധാരണ മനുഷ്യനത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അവർ തമിഴന്മാരും മലയാളികളുമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ചായത്തോട്ടങ്ങൾ ഉണ്ടാക്കി പിന്നെയാണ് നമ്മുടെ ചായയായിട്ട് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പാലാണ് ഒരു ചായയിൽ കയറുന്നത്. പണ്ട് ഇത്രയും പാൽ ഉപയോഗിക്കുമായിരുന്നു നമ്മളൊരു ചായയിൽ, ഇത്രയും മധുരം ഉപയോഗിക്കുമായിരുന്നു? ഇല്ല, എൻ്റെ കണക്കിൽ ചായക്ക് പാല് മിക്ക സ്ഥലത്തും, ബിക്കോസ് ഇപ്പം മിൽമയിൽ അത്ര അവൈലബിൾ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. അന്നൊക്കെ കുറച്ച് പാല് അന്നത്തെ വീട്ടിൽ പശുവിനെ കറന്നിട്ട് കിട്ടുന്ന പാലല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണല്ലോ ദിവസം കഴിഞ്ഞത്. ഇപ്പം എപ്പോൾ വേണമെങ്കിലും, ഇപ്പം ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിന്ദി, അവർ കുറച്ചുകൂടി നോർത്ത് ഇന്ത്യൻ ഡോമിനൻസ് ഇവിടെ വന്നുകൊണ്ടാണ് അവർ മോർ ഓഫ് തിക്ക് മിൽക്ക് ആക്കിയിട്ട് അതിൽ പൊടിയിട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. കേരളക്കാരൻ്റെ ചായ എങ്ങനെയാണ്? കേരളക്കാരന് 1/2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും ഇട്ടിട്ടാണ് കേരളത്തിലെ ചായ. ആ ഒരു വ്യത്യാസത്തോടു കൂടി നമ്മുടെ ചായയുടെ കൾച്ചർ തന്നെ മാറാൻ തുടങ്ങി. ചായയുടെ കൂടെ കഴിക്കുന്ന സംഭവത്തിലും നേരത്തെ പറഞ്ഞ മലബാർ ബാക്കിയുള്ള സ്ഥലം വ്യത്യാസമുണ്ട്. ഇവിടെ നോൺ വെജിറ്റേറിയൻ ആണ് നമ്മൾ കുറേ കഴിക്കുക. അതായത് ഈ പത്തിരികളുടെ വെറൈറ്റി ഉണ്ടല്ലോ. അപ്പോൾ പുറത്തുള്ളവരുടെ വിചാരം ഈ നൈസ് പത്തിരിയാണ് പത്തിരി എന്നാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ 10-50 പത്തിരികളുണ്ട്. ഇറച്ചിപ്പത്തിരി, മീൻപത്തിരി, കോഴിപ്പത്തിരി, പെട്ടിപ്പത്തിരി. പത്തിരി സംതിങ് ഫ്ലാറ്റ് അല്ലേ, അത്രേ നമുക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത് എന്തും ആവാം, പക്ഷെ അതും ചിക്കനും മട്ടനും ബീഫും അല്ലാണ്ട് പറ്റുന്നില്ല. അതെ, പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയാൽ ബജ്ജി, പഴംപൊരി, പരിപ്പുവട, സുഗിയൻ, ബോണ്ട, ഇതൊക്കെയാണല്ലോ വെജിറ്റേറിയൻ ആണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, വൈകുന്നേരത്തെ ചായയുടെ കൂടെയും നമ്മൾ കഴിക്കുന്നത് നോൺ വെജിറ്റേറിയൻ തന്നെയാണ്. എന്നാലും ദോശ ഇഡ്ഡലി എന്നുള്ളൊരു കൾച്ചർ ഇവിടെ തീരെ ഇല്ല മലബാറിൽ. നിങ്ങളെ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്നത്തെ ഈ ഫുഡ്, ഇത് ഒരു ഗീയിൽ ഉണ്ടാക്കേണ്ട പല ഫുഡും മൃണാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ പലരും ഡാൽഡ ചേർത്തിട്ട് അല്ലെങ്കിൽ വോട്ടെവർ ദ ബ്രാൻഡ് നെയിം ക്യാൻ ബി ഡിഫറെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുക്കിംഗ്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ, ഈ ബിരിയാണി പറഞ്ഞും പത്തിരി പറഞ്ഞും ഒക്കെ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ രണ്ടുപേരും കൂടെ കുറേ സമയമായിട്ട് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെഷൻ കഴിഞ്ഞിട്ട് നേരെ പുറത്തുള്ള ഫുഡ് സ്റ്റോളിൽ പോകുന്ന അവസ്ഥയിലാണ്. പക്ഷെ ഇത് എത്രത്തോളം ഹെൽത്തിയും കൂടെയാണ് ഇന്നത്തെ അവസ്ഥയിൽ. നമ്മൾ ഇന്ത്യയിലേക്ക് പാം കേണൽസ് ആദ്യമായിട്ട് ഇമ്പോർട്ട് ചെയ്തത് പെയിൻറ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്, പെയിൻറ് ഉണ്ടാക്കാനാണ്. ഇന്ന് അതിലാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത്. അത്ര ദയനീയമാണ് നമ്മുടെ അവസ്ഥ. ലോകത്തിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് പ്രായമുള്ളവർക്ക്, എൻ്റെ പ്രായം ഒരു 40 വയസ്സെങ്കിലും ഉള്ളവർക്ക് ഓർമ്മയുണ്ടാവും. കോക്കനട്ട് ഓയിൽ ഭയങ്കര ഹൃദ്രോഗം ഉണ്ടാക്കുന്നുള്ളൊരു ക്യാമ്പയിൻ ഒരു 10-25 കൊല്ലം മുമ്പ് ഓർമ്മയുണ്ടോ? ആക്ച്വലി അത് ഈ ലോബികളുടെ ക്യാമ്പയിൻ ആയിരുന്നു. ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിലും മാത്രമാണ് ആരോഗ്യത്തിന് നല്ല എണ്ണകൾ എന്നാണ് പറയുന്നത്.
ഈ നമ്മളെ കൊണ്ട് വെജിറ്റബിൾ ഓയിൽസ് ഉപയോഗിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇന്ന് ഭൂരിഭാഗം കമേഴ്ഷ്യലി ഉണ്ടാക്കുന്ന ബിരിയാണികളിലും എല്ലാ പ്രൊഡക്റ്റുകളിലും ഡാൽഡ എന്ന് പറഞ്ഞാൽ വനസ്പതിയാണ്. അത് നമ്മൾ ഉജാല എന്ന് പറയുന്ന പോലെ ഡാൽഡ എന്ന് പറയുന്നത് പോലെ എല്ലാം ഡാൽഡയുടെ തലയിലാണ്. അതൊരു ബ്രാൻഡ് നെയിമാണ്. വനസ്പതിയാണ്. അതില്ലാതെ ബിരിയാണി ഉണ്ടാക്കുന്നവർ മേ ബി വീട്ടിലുണ്ടാവും, കാറ്ററിങ് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. റെസ്റ്റോറൻറ്റുകൾക്ക് അതില്ലാതെ ഈ വിലക്ക് വിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നെയ്യുടെ വില എന്ന് പറയുന്നത് നല്ല നെയ്യുടെ വില ഭീകരമാണ്. പല റെസ്റ്റോറൻറ്റുകളിലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിലും നല്ല, ഇപ്പം നമ്മൾ മിൽമയുടെ നെയ്യ് ഒക്കെ അല്ലേ വീട്ടിൽ ഉപയോഗിക്കുക. പക്ഷെ മിൽമയുടെ നെയ്യിനേക്കാളും വില കൂടി RKGയുടെ നെയ്യാണ് പല കാറ്ററേഴ്സും ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊന്നും ബിരിയാണി കഴിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഈ ഒരു നെയ്യിന്ന് മാറിയിട്ട് ഈ വെജിറ്റബിൾ ഫാറ്റ് ഉപയോഗിക്കുമ്പോൾ ബിരിയാണിയിൽ എന്തൊക്കെയാണ്, എന്ത് സ്വാദ് വ്യത്യാസമാണ് വരിക എന്ന് തോന്നിയിട്ടുള്ളത്? വ്യത്യാസമാണ് ഇതേപോലുള്ള അൺഹെൽത്തി സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഡാൽഡ എന്ന് പറയുന്നത് ഭയങ്കര അൺഹെൽത്തിയാണ്. അത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ആ ഡാൽഡയിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ കോൾഡാവും. ചൂട് പോയിട്ട് കുറച്ച് തണുക്കുമ്പോൾ അതിങ്ങനെ നമ്മളെ കയ്യിൽ പശ പോലെ ഇരിക്കും. അതേ സാധനം തന്നെ നമ്മൾ വയറ്റിൽ കഴിക്കുന്നത്. അതേ ഇൻറ്റസ്റ്റൈനിലും അതേ സിസ്റ്റം പോലെ ആയിരിക്കും ഇത് പശ പോലെ ഇരിക്കുക. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഞാൻ എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഇസ് ലിറ്റിൽ പവർഫുൾ. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ശരിക്കും ചിലപ്പോൾ ഓർമ്മ കോക്കനട്ട് ഓയിൽ എന്നുള്ളൊരു ഫീല് വരും. just add little bit of ghee to coconut oil and that makes it oil. The flavor is totally changed. അപ്പോൾ ഇങ്ങനത്തെ അറിവുകൾ നമ്മൾ പോലെയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് ബ്രിങ് ദം ബാക്ക് ടു ദ ഒറിജിനൽ ടേസ്റ്റ്. ഇപ്പോൾ ബിരിയാണി വെളിച്ചെണ്ണ ചോദിക്കൂലേ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ബിരിയാണി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷെ കുറച്ച് നെയ്യ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ നെയ്യ് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ മാറി, നെയ്യ് കുറച്ചും മതി. അങ്ങനത്തെ അൺഹെൽത്തി കാര്യങ്ങളൊക്കെ കുറച്ച് വായിച്ച് പഠിക്കുക. ഞങ്ങളൊക്കെ വല്യമ്മമാരൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ഞങ്ങളൊന്നും വീട്ടിൽ ഒരിക്കലും ഡാൽഡ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ കേൾക്കുന്ന പലരും, ഈ കുട്ടികൾ പലരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഒന്നെങ്കിൽ ഹോസ്റ്റലിലോ പേയിങ് ഗസ്റ്റ് ആയിട്ടോ ഒക്കെ താമസിക്കുന്ന ധാരാളം കേൾവിക്കാരിപ്പം നമ്മുടെ മുൻപിലുണ്ട്. അപ്പം ഇവരോട് മാമിന് സജസ്റ്റ് ചെയ്യാനുള്ളൊരു, അവർക്ക് എന്ന് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനൊരു ഭക്ഷണ രീതിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന ഒരു ഫുഡ് സജഷൻ മാമിൻ്റെ എന്തായിരിക്കണം അവർ ഫോളോ ചെയ്യേണ്ട ഒരു ഭക്ഷണ രീതി? ആദ്യം തന്നെ കുക്കിംഗ് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നുള്ളത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കുക. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ, നമ്മളെ വയറ് ശരിയില്ലെങ്കിൽ, നമ്മളെ മനസ്സ് ശരിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതം എന്താ? ആദ്യം തന്നെ നമ്മൾ നല്ല ഹെൽത്തി തിങ്കിങ് ആവണമെങ്കിൽ നമ്മുടെ ഭക്ഷണം തന്നെ നന്നാവണം. രാവിലെ പണ്ട് മുതലേ നമ്മൾ ചക്കക്കാലം വന്നാൽ ചക്ക, മാങ്ങക്കാലം വന്നാൽ മാങ്ങ, എന്തിനാ അതൊക്കെ ഒഴിവാക്കുന്നത്? നല്ല മുരിങ്ങൻ്റെ ഇലയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ചുറ്റുമുണ്ട്. അതെല്ലാം നമ്മൾ ഒഴിവാക്കി അതിന് പകരം വേറെ എന്തെല്ലോ ഫുഡിൻ്റെ പിന്നാലെ പോയി. ഓക്കെ, എവറിബഡി ഈസ് ഗോൺ, നൗ കം ബാക്ക് ടു ദ ന്യൂ. നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഇഡ്ലി സപ്പോസ് ടു ബി ദ സൂപ്പർ ഫുഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ചേന ഈസ് സപ്പോസ് ടു ബി ദ സൂപ്പർ ഫുഡ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നു. ചേന ആർക്കെങ്കിലും വേണോ? ഇപ്പോൾ ചേന പുഴുങ്ങി തിന്നാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഇല്ല. അപ്പോൾ ലെറ്റ്സ് തിങ്ക് അബൌട്ട് വാട്ട് ആർ നമ്മളെ പഴയ ആൾക്കാരൊക്കെ എന്താ കഴിച്ചത്, കുറച്ചൊക്കെ അതിലേക്ക് വരിക. ഓടിപ്പോയ ഫ്രൈഡ് ചിക്കനൊക്കെ ഒന്ന് നിർത്തുക. വീടുകളിൽ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കുക്കിംഗ് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പറയും, ഇതൊക്കെ ആര് ക്ലീൻ ചെയ്യുന്നു? അത് ചെറിയൊരു പ്രശ്നമാണ്. അത് മാത്രമാണ് എൻ്റെ പറയും. ഞാൻ അടുക്കള സ്കൂളിൽ പഠിപ്പിക്കാൻ പറയും കുറച്ചൊക്കെ, അപ്പം അത് ഈസിയാവും. ഇതൊന്നും ടഫല്ല എന്ന് ദയവ് ഇത് പറഞ്ഞു കൊടുക്കൂ. ഇതൊന്നും ടഫല്ല. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഉറങ്ങിക്കോ, 8 മണിക്കൂർ വേല ചെയ്തോ, 16 കഴിഞ്ഞ്, ബാക്കി പിന്നെ 8 ഉണ്ട്. അതിൽ 1 മണിക്കൂറിൽ ഭക്ഷണം ഉണ്ടാക്കി പാത്രം കഴിയാൻ എന്താ തെറ്റ്? അത് ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെല്ലാം കട്ട് ചെയ്ത് തന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്താൽ മതി. അതിൻ്റെ ക്ലീനിങ് മുഴുവൻ വേറൊരാൾ ചെയ്യും.
എൻ്റെ തടി കണ്ടിട്ട് ഞാൻ മടിയനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല, മനസ്സിലാവുന്നില്ലേ? എന്റെ തടി കണ്ടിട്ട് ഞാൻ മടിച്ചു ഞാൻ തോന്നുന്നു. അല്ല, അല്ല, നിങ്ങളുടെ തടി എൻ്റെ തടി തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കഷ്ടപ്പെട്ട് മടി പിടിച്ച് 10-12 മണിക്കൂർ ഉറങ്ങി അങ്ങനെ ഉണ്ടാക്കിയ തടിയാണ്. നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. ഇതില് ഞാൻ ആക്ച്വലി സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളത് പഠിക്കുന്ന സമയത്താണ്. കാരണം പുറത്തുപോയി കഴിക്കാൻ ഗതിയില്ല, പുറത്താണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ആദ്യം ഈ മറ്റേ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കിട്ടുമല്ലോ, അതെടുത്ത് വെച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമേ അറിയുള്ളായിരുന്നു. കാരണം കുക്കിങ്ങിനെ പറ്റി ആലോചിച്ചിട്ടില്ല. അമ്മേ ചായ, അമ്മേ ചോറ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നല്ലോ അതിനു മുമ്പ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പല സാധനങ്ങളും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചിന്ത വന്നപ്പോഴേക്കും ഈ എപ്പോഴും ആർത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇത് പോരാ, ഇതിലും ബെറ്റർ ആക്കണം. അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ആക്ച്വലി ഈ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് തന്നെ. പിന്നെയാണ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്, ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇത് ചെയ്തു തുടങ്ങിയ ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാവും. പക്ഷെ ചെയ്ത് തുടങ്ങാനുള്ളൊരു ബ്ലോക്ക് ഉണ്ട്, അതെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നെല്ലാം ഇൻസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്നും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചില സമയത്ത് എടുത്തു വെക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ പഴയ ഓർമ്മ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതായത് എവിടുന്ന് ഇത് തുടങ്ങി എന്നുള്ള സംഭവം. ആ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തുന്ന ആളാണിത്. ഞാൻ സാധാരണ കണ്ടിട്ടുണ്ട് ഈ പല ഹോട്ടലുകാരും അവരുടെ വീട്ടിനുള്ളിലെ മെനു കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ വിൽക്കുന്ന ഒരു ഭക്ഷണങ്ങൾ അവർ വീട്ടിൽ കഴിക്കാറില്ല, ഉണ്ടാക്കാറില്ല. മൃണാളിൻ്റെ ഒരു അവസ്ഥ എന്താണ്? വീട്ടിൽ സ്വന്തം ഹോട്ടലിൽ സെല്ല് ചെയ്യപ്പെടുന്ന ഭയങ്കര ഹിറ്റായിട്ട് സെല്ല് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ വീട്ടിൽ എൻട്രി ഉണ്ടോ? അല്ല, കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് എല്ലാം അവരുടെ ഇന്നത്തെ കാലത്ത് അവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ലോങ് ടേം ആയിട്ടുള്ള നിലനിൽപ്പുള്ളൂ. മറ്റതൊന്നും അധിക കാലം നിന്ന് പോവില്ല. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് താല്പര്യമുള്ള സംഭവങ്ങൾ ആൾക്കാർ വാങ്ങിക്കഴിക്കും എന്ന് നമുക്ക് ഇപ്പം എനിക്ക് കഞ്ഞി ഇഷ്ടമാണെങ്കിൽ ഞാൻ കഞ്ഞി എല്ലാവരും കുടിക്കണം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമാണെങ്കിൽ മട്ടൻ ബിരിയാണി എല്ലാവരും കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആൾക്കാർക്ക് വേണ്ടതേ വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിലനിന്ന് പോകുന്നത്, അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ പറയുക 1000 days ആണ്, 1000 ദിവസം. 1000 ദിവസം അത് ക്രോസ് ചെയ്താൽ, സക്സസ്ഫുള്ളി ക്രോസ് ചെയ്താൽ അത് സക്സസ്ഫുള്ളാന്ന് വിളിക്കാം എന്നാണ് പറയാം. അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ ഈ ഷോർട്ട് കട്ട്സ് എടുക്കില്ല, നടക്കില്ല. അത് വലിയ പാടാണ്. മാമിനോട് എന്നുവെച്ചാൽ ബിരിയാണിയുടെ കാര്യം പറഞ്ഞു, കേറ്ററിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ലാർജസ്റ്റ് ക്രൗഡ്, ഏറ്റവും മാക്സിമം ക്രൗഡിന് മാം കുക്ക് ചെയ്തിട്ടുള്ളത് ഒരു എത്ര നമ്പേഴ്സാണ്? അതെന്ത് ഡിഷാണ്? മാക്സിമം 3000 ഒക്കെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കൈ കൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിന്ന് അവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കഴിവ്. ഞങ്ങൾക്ക് ഒരിക്കലും 3000-നൊന്നും എനിക്ക് എൻ്റെ കൈ കൊണ്ട് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏറി വന്ന ഒരു 10, 50, 60 ആൾക്ക് വരെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മറ്റേത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ബട്ട് നമ്മളെ വിഷനിലായിരിക്കും അവരുണ്ടാക്കുക. നമ്മുടെ വിഷയം തുടങ്ങിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഭക്ഷണത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ മൃണാൾ ഒന്ന് ഹാൻഡ് പിക്ക് ചെയ്യുകയാണെങ്കിൽ മൃണാളിൻ്റെ ഒരു ഫേവറേറ്റ് 3 ഒരു കേരള ഫുഡ് എന്തൊക്കെയായിരിക്കും? എൻ്റെ ഫേവറേറ്റ് 3 ഒറ്റ പ്ലേറ്റിലാണ്. മീൻ പൊരിച്ചത്, ചോറ്, പുളിശ്ശേരി. മീൻ പൊരിച്ചത്, ചോറ്, പുളിശ്ശേരി ഞാൻ ഉച്ചക്കും രാത്രിയും രാവിലെയും എല്ലാം കഴിക്കാൻ റെഡിയാണ്. ഫേവറേറ്റ് കേരള ഫുഡ് 3 ഇത്രയേ ഉള്ളൂ. 3 എണ്ണം പറയുകയാണെങ്കിൽ ഒന്ന് ഈ ചോറും പുളിശ്ശേരിയും മീൻ പൊരിച്ചതുമാണ്. പിന്നെ ഡെഫിനറ്റ്ലി പൊറോട്ടയും ബീഫുമാണ്. മട്ടൻ ബിരിയാണി, അത് 3 ആയിരിക്കും. മാമിൻ്റെ ഒരു കേരള ക്യുസീൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു? കേരള ക്യുസീനിൽ ഏറ്റവും എനിക്കിഷ്ടം പുട്ടും മീനുമാണ്. രണ്ടാമത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾവേസ്
ബിരിയാണി ഇല്ലാണ്ട് ലോകമില്ല. പിന്നെ മൂന്നാമത് നമ്മളെല്ലാം ഇവിടെ അരിപ്പത്തിരി തിന്നുന്ന ആൾക്കാരാണ്. പൊറോട്ട എന്നുള്ളത് മേ ബി ഒരു പ്രായത്തിൽ വരെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അരി പത്തിരി, കോഴിക്കോട് വരുമ്പോൾ നേരിയ പത്തിരി, കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കട്ടിയുള്ള പത്തിരി, വയനാട്ടിലേക്ക് പോകുമ്പോൾ ടയർ, അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് എൻ്റെ പത്തിരി പണ്ട് മുതലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത് അരിപ്പത്തിരിയാണ്. ഒറോട്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഈ പറയുന്ന ഈ കേരള ഡിഷസിനൊക്കെ ഇപ്പം ധാരാളം ഈ പാട്ട് ഫ്യൂഷൻ ചെയ്യുന്ന പോലെ തന്നെ ഫുഡിലും ധാരാളം ഫ്യൂഷൻ എക്സ്പെരിമെൻറ്റ്സും ഫ്യൂഷൻ ഫുഡ്സും ഒക്കെ ഉണ്ട്. എന്താണ് അതിലേക്കുള്ളൊരു ടേക്ക്? എന്താണ്? 2014 ഞാനൊരു റെസ്റ്റോറൻറ്റിൻ്റെ ബിസിനസ് ഹെഡായിട്ട് ദുബായിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് അതിൻ്റെ മെനു റീഡു ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗംഭീരമായിട്ടുള്ള ഷെഫുമാരുടെ ടീം, ഹെഡ് ഷെഫ് വിജീഷ്, ഹി വാസ് റിയലി ഗുഡ്. പിന്നെ അതിൻ്റെ MD അയാളും വളരെ താല്പര്യത്തോടെ അതിൻ്റെ കൂടെ നിന്നു. നമ്മൾ ഈ ഫ്യൂഷൻ ഫുഡ് കുറേ ഉണ്ടാക്കി. ഫ്രാൻസിൽ നിന്ന് എലമെൻറ്റ്സ് എടുത്തു, തായ്ലൻഡിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, അറബി നാട്ടിൽ നിന്ന് ഒക്കെ എലമെൻറ്റ്സ് എടുത്തിട്ട് ഒരു വലിയ മെനു ഉണ്ടാക്കി. 2014 ആ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2014 അവസാനമായി. എന്നിട്ട് ഞാൻ ആ സെയിൽസ് ഡാറ്റ നോക്കുകയായിരുന്നു. ഒരു കൊല്ലത്തെ ഈ മൊത്തം ഫ്യൂഷൻ ഫുഡില്ലേ വിറ്റുപോയത് 4%. ഓക്കെ. അതായത് എല്ലാവരും കഴിച്ചത് ബിരിയാണിയും പൊറോട്ടയും നമ്മുടെ ചിക്കൻ ഫ്രൈയും മീൻ പൊരിച്ചതും മീൻ കറിയും ചപ്പാത്തിയും നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമല്ലേ, ഇത് തന്നെയായിരുന്നു എല്ലാവരും കഴിച്ചത്. വളരെ എഫേർട്ട് ഇട്ടിട്ട് ഓർഡർ എടുക്കാൻ വരുന്ന ക്യാപ്റ്റന്മാർ, സർ ഇന്ന് പോലൊരു സൂപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ യാക്കിത്തോരി ഉണ്ട്, തായ് ഗ്രിൽ പ്രോൺസ് ഉണ്ട്, ഇതൊക്കെ അന്നിട്ട പേരുകളാണ്. എല്ലാവരും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും, ആ കൊള്ളാം നല്ലതാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഓർഡർ ചെയ്യുമ്പോൾ അത് പൊറോട്ടയും ചില്ലി ചിക്കനുമായിട്ട് മാറും. ഇത് 2014 ഞാൻ കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ട സംഭവമാണ്. ഇത്രയധികം എഫേർട്ട് ഇട്ടിട്ട് ഇത് നടക്കുന്നില്ലല്ലോ എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്യുന്ന സമയത്ത് ആ ഫുഡിൻ്റെ വില വളരെ കൂടുകയാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് അഫോർഡ് ചെയ്യാൻ വല്ലപ്പോഴേ പറ്റുള്ളൂ. ഞാൻ ആ വിലയുടെ ആസ്പെക്റ്റിലേക്കാണ് മാമിൻ്റെ അടുത്തേക്ക് വരുന്നത്. മാം പറയുന്നുണ്ട് നമ്മൾ വളരെ ശുദ്ധമായ സാധനങ്ങൾ, നല്ല ടേസ്റ്റ് ഉള്ളത് എല്ലാം പറയുന്നു. ഈ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡിഷസ് അത് കേരളത്തിൽ എത്രത്തോളം അഫോർഡബിൾ ആവുന്നുണ്ട്? ഇതിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അഫോർഡബിലിറ്റി ഒരിക്കലും കൂടുന്നില്ല. ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ ഒരു നല്ല ഫുഡിന് അഫോർഡബിലിറ്റി പ്രശ്നമാണ്? അല്ല, നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ ബേസിക്കലി നമ്മൾക്ക് ആവശ്യമുള്ളത് ഉള്ളി, പച്ചമുളക്, മസാല, ചിക്കൻ അല്ലേ? അത് ഇനി അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വേണമല്ലോ. അതെന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു സാധനങ്ങളാണ്. നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ മാതിരി ഫ്യൂഷൻ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ഈ സോസ് വാങ്ങ്, ആ ചീസ് വാങ്ങ്, അത് വാങ്ങിക്കൊണ്ടുവരും, വീട്ടിൽ വെക്കും, അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കും. ആ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സോസ് ബാക്കിയായി. ഒരു 10 മാസം കഴിയുമ്പോൾ അതെടുത്ത് വലിച്ചെറിയും, ആ ചീസ് എടുത്ത് വലിച്ചെറിയും. അപ്പോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഫുഡ് നമ്മൾക്ക് എന്നും ഉപയോഗിക്കല്ലാണ്ട് അത് പ്രാക്ടിക്കൽ അല്ല. അവിടെയാണ് ഇതിൻ്റെ വില കൂടുന്നത്. അല്ലാണ്ട് സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്തുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കണം? നമ്മൾക്കൊരു പുതി വരുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി അത് കറക്റ്റായിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ടാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. ഇപ്പം ഞാൻ എന്നും പറയും, വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് കടുക് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണം. ആ കടുക് പൊട്ടാനുള്ള ക്ഷമയില്ല. ആ കടുക് പൊട്ടുന്നതിന് മുന്നേ അടുത്ത സാധനം ഇട്ട് കറി കുളമാക്കി. അതേ സമയത്ത് ഒരു 2 മിനിറ്റ് കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഉള്ളി വാടി അല്ലെങ്കിൽ കടുക് പൊട്ടി ആവശ്യമുള്ള മസാല ഇട്ട് ആ മസാല ഒന്ന് നല്ലോണം വെന്ത് അതിൻ്റെ വാസന പോയതിൻ്റെ ശേഷം ആ മീറ്റിട്ട് കുക്ക് ചെയ്താൽ കറി നന്നാവും. അതിനുള്ള ക്ഷമയില്ല. അതിനെന്താ മൃദാല് പറയുന്നത്? അല്ല, നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ, ഒരു ഡിഷ് റെസ്റ്റോറൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ആദ്യം അത് ഗംഭീരമായിട്ട് ഉണ്ടാക്കുന്നു, നമ്മൾ ട്രയൽ ചെയ്യുന്നു, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൊടുക്കുന്നു, ചില വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിനെ വിളിച്ചു കൊടുക്കുന്നു, എല്ലാവരും നല്ലതെന്ന് പറയുന്നു, ആ റെസിപ്പി ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിക്കകത്ത് പറയാം, അവിടുന്ന് ഒരു യാത്ര ഏതെങ്കിലും തുടങ്ങുമെന്നാണ്. കാരണം ഈ സമയം ഷോർട്ട് കട്ട്സ് എടുക്കാൻ തുടങ്ങും. ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളി മാറ്റിയിട്ട് അവർ സവാളയാക്കും. കാരണം ചെറിയുള്ളി മെനക്കെടാണ് ചെയ്യാൻ. അത് ഒരു 10 മിനിറ്റ് വഴറ്റണം എന്നാണെങ്കിൽ അവർ തീ കൂട്ടി വെച്ചിട്ട് കറക്റ്റ്
ഇതെല്ലാവർക്കും അറിയാം, ഇതിനകത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊരു യാത്ര ഇങ്ങനെ തുടങ്ങും. അപ്പം നമുക്ക് ഇന്നത്തെ ടേസ്റ്റും നാളത്തെ ടേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല. പക്ഷെ കുറേ കാലം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ളൊരു, ചില കസ്റ്റമേഴ്സ് പറയും പഴയത്ര പോരാട്ടോ. ഇതാണ് കേസ്, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നാടൻ കോഴി ഇപ്പം തമിഴ്നാട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കേരളത്തിലായാലും കർണാടകത്തിലായാലും ഉപയോഗിക്കുന്ന സകല ബ്രോയിലർ കോഴിയും കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. പക്ഷെ തമിഴ്നാട്ടിൽ നമ്മൾ എത്ര ചെറിയ ഗ്രാമത്തിൽ പോയാലും എത്ര വലിയ ടൗണിൽ പോയാലും, ഇപ്പോൾ കോയമ്പത്തൂരോ മധുരയിലോ ചെന്നൈയിലോ പോയാലും നാട്ടുകോഴിയാണ് ഉണ്ടാവുക, ബ്രോയിലർ കോഴി ഉണ്ടാവില്ല. നമ്മളെന്താ നാടൻ കോഴിന്ന് കംപ്ലീറ്റ്ലി അങ്ങ് മാറിയത്? ഇവിടെ ആരും നാട്ടുകോയിനെ വളർത്തുന്നില്ലല്ലോ, അത് പണിയല്ലേ, വൈറ്റ് കോളർ ജോബേ പറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് കോയിനെ വളർത്താനുള്ള സമയം നമുക്കില്ല. അതാണ് മെയിനായിട്ട്. എവിടെയാണ് കേരളത്തിൽ ഒരു വീട്ടിൽ ഇപ്പോൾ കോഴിക്കൂടുള്ള എത്ര വീടുണ്ട്? പണ്ടൊക്കെ കോഴി കമ്പൽസറിയാണ് അല്ലേ, കോഴിക്കൂട്. ആട് അത്ര ഇല്ലെങ്കിലും ആട് കോഴി എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പം അതില്ല പക്ഷേ വേറൊന്ന് ഞാൻ പറയാം, ഈ വളർത്തുന്ന കോഴി ഉണ്ടല്ലോ, അതിനെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ ഫാമിൻ്റെ ഇതും കൂടി നോക്കണം. എന്ത് തീറ്റ തിന്നിട്ടാണ് ഈ കോഴി വളരുന്നത് ഇമ്പോർട്ടൻ്റാണ്. ആ നല്ല തീറ്റ കൊടുക്കുന്ന നല്ല ഫാമിലുള്ള ചിക്കൻ വ്യത്യാസം ഉണ്ടാവും. നമ്മളത് കറി വെക്കുമ്പം ആര് പോലെ ഉണ്ടാവില്ല, അതിൻ്റെ ടെക്സ്ചർ ഓഫ് മീറ്റ് റെഡിയാവും. അപ്പോൾ പുറത്തെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, ആ ആട്ടിറച്ചി എന്താ ഇത്ര വില ഈ ആടിറച്ചിക്ക്? ദാറ്റ് വാസ് ഗിവൺ വാൾനട്ട്സ് ടു ഈറ്റ്. The goat which was fed with walnut is the most highly priced meat in the world. മാം എനിക്ക് അതേപോലെ ഈ സെഷന് മുമ്പ് പറഞ്ഞിരുന്നു, നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്, നിറയെ തെങ്ങുകൾ ഇവിടെ ഉണ്ട്. അതോടെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നവർക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി മാം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾക്ക് മീൻ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലോ. മീൻ കഴിക്കാൻ നമ്മളെ വെളിച്ചെണ്ണ, തെങ്ങ് എന്താ, നമുക്ക് കടലിൽ മീനും ഇവിടെ തെങ്ങും ഉണ്ട് വെളിച്ചെണ്ണയിൽ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ നല്ല മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും പാക്കറ്റ് വാങ്ങാണ്ട് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച മുളക് പൊടി. ഈ മഞ്ഞൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഓൾവേസ് ഒരു ടേസ്റ്റ് കില്ലറാണ്. ബട്ട് ഇറ്റ് ഹാസ് സം അതിൻ്റെ ബോഡീസ് എല്ലാം ആവശ്യമുള്ളത്. കുറച്ച് മഞ്ഞൾ ഇടുക, മുളക് പൊടി ഇടുക, ഉപ്പിടുക, വെള്ളം ഉപയോഗിക്കരുത്. വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അതിൽ നല്ലോണം ഈ മസാല മിക്സ് ചെയ്തിട്ട് മീനിൻ്റെ മേലെ പരട്ടുക. മീൻ 1/2 hour മേലെ പെനിട്രേറ്റ് ചെയ്യണ്ട. എന്നിട്ട് ഒരു പാനിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് മറിച്ചും തിരിച്ചും ഇട്ട് പൊരിച്ചെടുക്കുക. ആവശ്യമുള്ള ക്രിസ്പിനെസ് റെഡി ആവുന്ന സമയത്ത് ഫ്രഷായിട്ട് വെളുത്തുള്ളി ഇടിച്ച് കറിവേപ്പില ഇടിച്ച് അതിലിടുക. ആ മീൻ കഴിക്കുന്നതിന് കൂടെ ആ വെളുത്തുള്ളിയും കഴിക്കുക. ഐ തിങ്ക് ദിസ് ഇസ് ഹൗ ഐ മേക്ക് മൈ ഫിഷ് ഫ്രൈ. അതെങ്ങനെ ഉണ്ടെന്നൊന്നും ഇപ്രാവശ്യം വീട്ടിൽ പോയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി. മൃണാൾ ധാരാളം രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്, ഫുഡ് ബ്ലോഗറാണ്. അപ്പം ഏതെങ്കിലും അങ്ങനെ ഒരു ഭക്ഷണം ഓർമ്മയിലുണ്ടോ, അയ്യോ ഇങ്ങനൊരു ഭക്ഷണം ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര വേർഡായി അത്ഭുതപ്പെടുത്തിയ അങ്ങനൊരു ഇതൊക്കെ കഴിക്കുന്നുണ്ടോ? ഞാൻ ഞെട്ടിയിട്ടുണ്ട്. അതിപ്പം ഒരാൾ നമുക്ക് റോ ആയിട്ട് വേവിക്കാതെ, അതായത് തീ തൊട്ടിട്ടില്ല, ജപ്പാനിൽ മീൻ പിടിക്കുന്നു, അതിനെ കട്ട് ചെയ്യുന്നു, അരിയായിട്ട് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് തരുന്നു. സൂഷി ഏറ്റവും വില കൂടിയ ഫുഡാണ്. ഫ്രാൻസിൽ പോയാൽ ബീഫ് ടാറ്റാറ എന്ന് പറഞ്ഞിട്ട് കുക്ക് ചെയ്യാത്ത ബീഫ് ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുക്ക് ചെയ്യാത്ത എഗ് യോക്കും വെച്ചിട്ടുണ്ടാവും. ഇതിനാണ് ഏറ്റവും വില കൂടുതൽ. ഇതാണ്, അതായത് നമ്മൾ ബീഫ് കുക്ക് ചെയ്യാതെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടി കിട്ടില്ലേ? അല്ലെങ്കിൽ മീൻ കുക്ക് ചെയ്യാതെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര അപമാനിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാവില്ലേ? പക്ഷെ എന്തൊരു വിലയാണ് ഈ ഭക്ഷണത്തിന്. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഈ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ തവണ ടോക്കിയോയിൽ പോയ സമയത്ത് ഒരു ചെറിയ കട വലിയൊരു ക്യൂ കണ്ടു. ഇപ്പം ഞാനൊരു മലയാളി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഈ ക്യൂ ഉണ്ടായതെന്ന്. സാധാരണ നമ്മുടെ അങ്ങനെയാണല്ലോ, കഴിക്കാൻ പറ്റുന്ന ചെറിയ കട റോഡ് സൈഡിൽ, AC ഇല്ല, ഒന്നുമില്ല. വെയിലുണ്ടെങ്കിൽ വെയിൽ കൊള്ളണം, മഴയുണ്ടെങ്കിൽ മഴ കൊള്ളണം, ക്യൂ നിൽക്കണം. അവിടെയാണ് ഈ സൂഷി. അവർ പിടിച്ചുകൊണ്ട് വന്ന മീൻ
അതിനവർ വാങ്ങുന്ന വില എന്ന് പറഞ്ഞാൽ നമുക്ക് ജപ്പാനിലെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തന്നെ 3-4 ദിവസം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതേപോലെ വെസ്റ്റേൺ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാത്ത ബീഫ് അതിൻ്റെ മുകളിൽ എഗ് യോക്ക് വെച്ചിട്ട് അത്, പിന്നെ അതുപോലെ ഒച്ച്, എസ്കാഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഒച്ച് ഞാൻ ചെറിയ പ്രായത്തിൽ കഴിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ പാടം, നെൽകൃഷി, ഇപ്പം നടന്ന് ഇപ്പം വെള്ളം മോട്ടർ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണമല്ലോ. അപ്പം അമ്മാവന്മാരുടെ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒച്ചുണ്ടാവും ഈ കണ്ടത്തിൻ്റെ വരമ്പിൽ. ഇത് പയ്യന്നൂരാണ്, ഞങ്ങൾ വേറെ ലെവല് ആൾക്കാരാണ്. ഇവിടെ അപ്പൊ ഈ ഒച്ചിനെ നമ്മൾ പറക്കിയെടുക്കും. അവരോട് ഇനി ചോദിക്കുന്നതൊക്കെ അവര് കഴിക്കും. ഒച്ചിനെ നമ്മൾ പറക്കിയെടുക്കും. അപ്പൊ ഒച്ചിനെ പറക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒച്ച് ഉള്ളിലോട്ട് വലിയും, തോടിനകത്തോട്ട്. അപ്പൊ ഒച്ച അകത്തോട്ട് വലിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് വേണേ പോക്കറ്റിലിടാം. അത് പറക്കി നമുക്ക് ഷെല്ല് മാത്രമായിട്ട് പോക്കറ്റിലിടാം, ഒരു പ്രശ്നമില്ല. അമ്മമ്മയ്ക്ക് കൊണ്ട് കൊടുത്താൽ നല്ല കുരുമുളക് ഇട്ടിട്ട് ഇതിനെ വരട്ടി തരും. അതുകൊണ്ട് ഞാൻ ഒച്ച കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് മറ്റേ വേൾഡ് കപ്പിന് ഫ്രാൻസ് ജയിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത, ഏത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ. അപ്പോൾ വൻ സെറ്റപ്പ്, പാരീസിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണാം. അപ്പോൾ ഫ്രാൻസ് ജയിക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് എന്തായാലും ഫുട്ബോൾ വേൾഡ് കപ്പ് ജയിച്ചിട്ട് എൻ്റെ മരണത്തിന് മുമ്പ് കാണലുണ്ടാവില്ല. അപ്പം അവിടെ പോയിട്ട് തകർക്കാം. അപ്പം അന്ന് ദയനീയമായിട്ട് തോറ്റു, അത് വേറെ പ്രശ്നം. അപ്പം ഈ തോറ്റതിൻ്റെ ഒരു ജാള്യത മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. എസ്കാഗോട്ട് എന്നാ പറയാ, ഒച്ച്. അവള് കോഴിക്കോട്ടുകാരിയാ, ഇവിടെ കോഴിക്കോട് ടൗണിലാണ് അവളുടെ വീട്. അവള് ഒരു കാരണവശാലും അവളത് വായിലിടാൻ പോലും തയ്യാറല്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് എസ്കാഗോട്ട് നിന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, എന്തൊരു വിലയാ പാരീസിൽ അതിന്. അത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്കത് വലിയ പ്രശ്നമായിരുന്നു. മാമിനോട് ഫുഡിന്റെ കാര്യമൊക്കെ പറയുന്നതിന്റെ ഇടയിൽ തന്നെ മാമിന്റെ ഒരു കരിയർ എന്ന് പറയുന്നതിൽ ഒരു നല്ല ഒരു ഓൺട്രപ്രണർഷിപ്പ് ജേർണി തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ സെഷൻ്റെ സമയമൊക്കെ തീർന്നു വരികയാണ്. ഇനി ഇവരുടെ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. എനിക്ക് ഒരു വളരെ ഷോർട്ടായിട്ട് മാമിൻ്റെ ഒരു കരിയർ, ഒരു ഓൺട്രപ്രണർഷിപ്പ് ജേർണി ഒന്ന് ഇവർക്ക് മേ ബി നമ്മളുടെ യൂത്തിനൊക്കെ നല്ല ഇൻസ്പിറേഷനും കൂടെ ആയിരിക്കും. ഇപ്പം ഐ എം ഓൾറെഡി 63 കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞാൽ 64 ആയി. KFC പിന്നെ KFC നടത്തിയ ആൾക്ക് 60-ലാണ് അയാൾക്ക് ഒരു ബിസിനസ് ഇത് വന്നു എന്ന് പറഞ്ഞ മാതിരി. ഞാൻ 33 ഇയേഴ്സായി കച്ചവടത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ 60 ആയപ്പോഴാണ് എനിക്ക് എന്തോ ഒരു എൻലൈൻമെൻറ്റ് വന്നത് കച്ചവടത്തിൽ. അപ്പോൾ 30 ഇയേഴ്സ് ഐ ബീൻ ബിൽഡിങ് മൈ എന്താ പറയുക ബിസിനസ് ആൻഡ് മൈ ഞാനായി 30 കൊല്ലം എടുത്തു. കരിയറിൽ ഐ വാസ് ഡൂയിങ് ടെക്സ്റ്റൈൽസ് ഫോർ 32 ഇയേഴ്സ്. കൊറോണ വന്ന് ഐ ഹാഡ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ ലൈഫ്. ഐ ലോസ്റ്റ് മൈ ഹസ്ബൻഡ്. ഒന്നും പണിയില്ല. കൊറോണ ഇങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് പൊടി കുപ്പിയിലാക്കി കുറച്ച് ഭക്ഷണം വിറ്റു. ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ്. ഇപ്പം എൻ്റേതായ ഒരു ബ്രാൻഡ് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തു ദൈവം സഹായിച്ചിട്ട്. ഷെനാസ് ഹുസൈൻ ഉണ്ട്. അവരൊക്കെ അവരുടെ പേരിലല്ലേ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്താ ആയിക്കൂടെ എന്ന് തോന്നി. അപ്പം ഞാൻ എന്നെ ഒരു ബ്രാൻഡാക്കി എടുത്ത്. എൻ്റെ ഇന്നത്തെ ബ്രാൻഡിൻ്റെ പേര് ആബിദ റഷീദ് തന്നെയാണ്. കുറച്ച് മലബാറി ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്കുള്ള ഈ പൊടികൾ, അതാണ് എൻ്റെ പൈസ വരുന്ന ചാനൽ. പിന്നെ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ്. സത്യം പറയുകയാണെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും എൻ്റെ അതേ കഴിവുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് വായ്പടായി കൂടുതലാണെന്നാണ് ഞാൻ പറയൽ. അപ്പം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ടാലൻറ്റ് ദൈവം തന്നു. കുറച്ചും കൂടി ലാംഗ്വേജ് നമ്മളെപ്പോഴും അതെപ്പോഴും പോളിഷ് ചെയ്യണം. എനിക്ക് പുതിയ കുട്ടികളോട് പറയാനുള്ളത്, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് പറയേണ്ടത് പറയാൻ പറ്റും. നമ്മൾക്കൊരു ധൈര്യം, ലാംഗ്വേജ്, പിന്നെ നമ്മൾക്കൊരു സ്കില്ല്, ഇതുണ്ടെങ്കിൽ ജീവിതത്തിൽ ആരും എവിടെയും തോറ്റു പോവില്ല. വലിയൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇന്ന് ക്വാളിഫിക്കേഷനല്ല വേണ്ടത്. നല്ല ചുറുക്ക്, ധൈര്യം, ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇനിയുള്ള തലമുറക്ക് യെസ് ഗോ ഹെഡ്. ഞാൻ ഈ ബിസിനസ്സിൽ ഇൻകത്തിൻ്റെ കാര്യം മാം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഈ ആൾക്കാരിങ്ങനെ പുറത്ത് പറയാനാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണമാണോ പരദൂഷണമാണോ എന്നറിയില്ല. ഈ ഫുഡ് ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത്.
അതൊന്ന് തുറന്നു പറയുകയാണെങ്കിൽ. വേറൊരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ പറഞ്ഞ് ചിരിക്കായിരുന്നു. അതായത് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റെസ്റ്റോറൻറ്റ് ചെയിനിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 18% ആണ്. 18. നമ്മൾ അണ്ടർവെയർ കച്ചവടം ചെയ്ത് അതിലും കൂടുതൽ കിട്ടും. അതും ബിഗ്ഗസ്റ്റ് റെസ്റ്റോറൻറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന വോള്യൂം ഇസ് ഹ്യൂജ്. അവരുടെ പല റെസ്റ്റോറൻറ്റുകളും ഡെയിലി 10 lakh സെയിൽ ക്രോസ് ചെയ്യും. അത്രയും വോള്യൂം ചെയ്തിട്ടാണ് ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അത് ആ തെറ്റിദ്ധാരണ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ, പണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഈ ബിരിയാണി ഉണ്ടാക്കാൻ ടോട്ടലി 100 രൂപയുടെ ആവശ്യമല്ലേ ഉള്ളൂ. നിങ്ങൾ ഇത് 350 രൂപയ്ക്ക് എന്തിനാ വിൽക്കണേ? ഇതാണ് നമ്മൾ ഈ കഴിക്കുമ്പോൾ പലപ്പോഴും തോന്നുന്നത്. അതായത് ബിരിയാണി 350 രൂപയ്ക്ക് എവിടെ വിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കണം. അത് ചിലപ്പോൾ ഇപ്പം എൻ്റെ ബിരിയാണി ബ്രാൻഡ് 285-നാണ് ഓൺലൈനിൽ വിൽക്കുന്നത്. 34% ഇസ് ഗോൺ ഓൺലൈൻ സെയിൽസ്. അപ്പൊ തന്നെ പോയി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു ഓൺലൈൻ ബിസിനസ് ഒരു ത്രെറ്റ് ആയിട്ട് തന്നെയാണോ തോന്നുന്നത്, അതോ ഈസ് ഇറ്റ് ഹെൽപ്പിംഗ് യു ഒരു പുതിയൊരു ഓൺലൈൻ? അല്ല, ലാഭമില്ലാതെ ആരും ഒന്നും ചെയ്യില്ല. അല്ലാതെ വെറുതെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ. എങ്ങനെ ചെയ്യാനാ? ലാഭം വേണം. പക്ഷെ 30 അവർ നമുക്ക് എന്ത് കോൺട്രാക്റ്റ് തന്നാലും 34% അവർ എടുക്കും. അത് അവരെ ഞാൻ കുറ്റം പറയല്ല. അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് കാശ് കിട്ടണ്ടേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റെൻ്റ് എന്ന് പറയുന്ന സ്റ്റാഫ് കോസ്റ്റ് എന്ന് നമ്മൾ നല്ല ശമ്പളം കൊടുത്ത് നല്ല ജോലിക്കാരെ വെച്ചാലേ നന്നായിട്ട് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആരെങ്കിലും വെറുതെ വെച്ച് 10,000 12,000 ശമ്പളം കൊടുത്ത് അതൊന്നും നടക്കില്ല. കൊള്ളാവുന്ന ആളുകൾക്ക് കൊള്ളാവുന്ന അത്രയും ശമ്പളം കൊടുക്കണം, ആനുവൽ ബോണസ് കൊടുക്കണം. അങ്ങനെ വലിയൊരു കോസ്റ്റ് ഉണ്ട് അതിൽ. മാമിന്റെ ഓൺട്രപ്രണർഷിപ്പ് ജേർണി പറഞ്ഞ പോലെ തന്നെ സമയം തീരുന്നുണ്ട്. മൃണാളിന്റെയും കൂടെ ആൾക്കാർക്ക് പുറത്തായിരുന്നു, റെസ്റ്റോറൻറ്റ് തുടങ്ങിയ കഥയൊക്കെ ഇടയ്ക്ക് പറഞ്ഞു. സ്റ്റിൽ ഞാൻ എല്ലാവരെയും പോലെ ബഹുഭൂരിഭാഗം ആളുകളെയും പോലെ ഒരു ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ടീച്ചറുടെയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെയും മോനായിട്ട് ജനിച്ചു. ഒരു TV പോലും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണ രീതിയിൽ വളർന്നു. അത് കഴിഞ്ഞ് ഈ സ്കൂളിൽ എന്തെങ്കിലും നല്ല മാർക്കൊക്കെ കിട്ടുന്ന കുട്ടികൾ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നുള്ളൊരു പൊതുവേ ഒരു ബോധമുണ്ടല്ലോ. അങ്ങനെ ഞാൻ എഞ്ചിനീയർ ആവാൻ പോയി. അവിടെ കോളേജിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊന്നും ആവാൻ പറ്റില്ല. അബ്ദുൽ കലാം പോയിട്ട് ഒരു കണക്കിനും ഒന്നും ആവാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വേറെ വഴിയൊന്നുമില്ല. എല്ലാവരും IT ജോലിക്ക് പോയി. ഞാൻ IT ജോലി ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഗംഭീര തോൽവിയായിരുന്നു. എന്തെങ്കിലും ഒരു 10 to 5 ജോലി ഒരാൾ പറയുന്നത് കേട്ടിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിയോ കഴിവോ വേണ്ടേ? അതുണ്ടായിരുന്നില്ല. അപ്പം എന്ത് ചെയ്യും? സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. വേറൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള യാതൊരു കപ്പാസിറ്റി എനിക്കില്ല. അങ്ങനെ ബിസിനസ്സുകാരനായതാണ്. കാരണം വേറെ വഴിയില്ല, ജീവിക്കണ്ടേ. നമ്മുടെ സമയം തീരണം. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോകാമെന്ന് തോന്നുന്നു നമുക്ക്. ഹലോ സാർ, ഇരുന്ന് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഇരിക്കുന്നതിൽ ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോഹ്ലി, നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ കോഹ്ലി, അയാൾക്ക് ഒരു പ്രശ്നം, എന്തോ ഇഞ്ചുറി ഉണ്ടായപ്പോൾ നോൺ വെജിറ്റേറിയൻ നിർത്തി വെജിലേക്ക് മാറി. അപ്പോൾ ആ വെജ് ഹെൽത്തി ആയതുകൊണ്ടാണോ അതിലേക്ക് മാറിയത്? നോൺ വെജ് അൺഹെൽത്തി ആയതുകൊണ്ടാണോ അവർ അങ്ങനെ ചേഞ്ച് ചെയ്തത്? വെജ് ഓർ നോൺ വെജ് ഈസ് ഹെൽത്തി എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഒരു മിനിറ്റ്, പിന്നെ ഈ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് ഒരു 30% അവരുടെ എന്താ പറയുക ചിലവും ബാക്കി 70% അവരുടെ പ്രോഫിറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിൽ അവർ പ്രൈസ് ചെയ്യുന്ന ഒരു നിങ്ങൾ ഒരു ഒരു എന്താ പറയുക ഫേമസ് ഷെഫിനെ പറഞ്ഞതാണ്, അവരുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ പറഞ്ഞാണ് അവരുടെ പ്രൈസിങ് അങ്ങനെയാണെന്ന്. അതായിരിക്കണം ഒരു ബിസിനസ്സിൻ്റെ രീതിയിൽ. അപ്പോൾ ആ ബിസിനസ് നടത്തിയിട്ടും അവർക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ എന്നാണോ സാറ് പറഞ്ഞത്? വളരെ കുറവാണെന്നാണോ? നോൺ വെജ് എൻ്റെ അഭിപ്രായത്തിൽ വെജിറ്റേറിയൻ ഫുഡും നമുക്ക് അൺഹെൽത്തി ആയിട്ട് കഴിക്കാം, നോൺ വെജിറ്റേറിയൻ ഫുഡും അൺഹെൽത്തി ആയിട്ട് കഴിക്കാം. എത്ര കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു? ഇപ്പം നെയ്യിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരു സാധനം കഴിക്കുകയാണ്, വെജിറ്റേറിയൻ സാധനം കഴിക്കുകയാണ്, അത് അൺഹെൽത്തി ആവും. അങ്ങനെയില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻസ് ഉള്ള രാജ്യം. ഇന്ത്യക്ക് വെളിയിൽ നോൺ വെജിറ്റേറിയൻ തന്നെ കഴിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ ജപ്പാൻ നല്ല ഉദാഹരണമാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന്മാരുള്ള രാജ്യമല്ലേ. ബഹുഭൂരിഭാഗം നോൺ വെജിറ്റേറിയൻസ് അല്ലേ.
ഇപ്പോൾ ഗുജറാത്തിൽ ആളുകൾ ബഹുഭൂരിഭാഗം വെജിറ്റേറിയൻസ് ആണ്. അവരെല്ലാവരും ഹെൽത്തി ആയിട്ടല്ലല്ലോ ജീവിക്കുന്നത്. അപ്പം അതിൽ കാര്യമില്ല. പിന്നെ 30% കോസ്റ്റും 70% പ്രോഫിറ്റും എന്നുള്ളതിൽ മിക്കവാറും എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല ആരാ പറഞ്ഞതെന്നോ എന്താന്ന് നിങ്ങൾ പറഞ്ഞില്ല, എനിക്കറിയില്ല. മിക്കവാറും അത് എന്തായിരിക്കും എന്ന് വെച്ചാൽ 30% ഫുഡ് കോസ്റ്റ് ആയിരിക്കും. ഫുഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് പ്ലസ് ഫ്യൂവലിൻ്റെ കോസ്റ്റ്. അതായത് ഫ്യൂല് വരില്ല. അല്ല, നമ്മൾ എടുക്കുമ്പോൾ ഫ്യൂവലും അടക്കമാണ്. 30% ഫ്യൂല് വരും. നമ്മളിപ്പോൾ എടുക്കുമ്പോൾ 30% ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ്, ഫ്യൂവൽ കോസ്റ്റ്, പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ് എടുത്തിട്ടാണ് ഫുഡ് കോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 30% നിങ്ങൾക്ക് വരുന്നത് ഫുഡ് കോസ്റ്റാണ്. ബാക്കി റെൻറ്റ്, ഇലക്ട്രിസിറ്റി, സ്റ്റാഫ് കോസ്റ്റ് എല്ലാം അവിടെ ബാക്കിയുണ്ട്. അങ്ങനെ ആയിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് 70% പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാന്ന് അറിയെങ്കിൽ പറഞ്ഞു തരണം, എനിക്കും കൂടെ ചെയ്യാൻ താല്പര്യമുണ്ട്. പ്രൈസിങ് 30% ആണ് ഫുഡ് കോസ്റ്റ് എങ്കിൽ 70% കൂടെ പ്രൈസിങ് നിങ്ങൾ ചാർജ് ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്. അതായത് 30 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വിൽക്കും. അതായത് ഈ ഫുഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയുടെ ഭക്ഷണം വിറ്റാൽ 30 രൂപ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് സാധാരണ റെസ്റ്റോറൻറ്റ് പറ്റില്ല. സാധാരണ റെസ്റ്റോറൻറ്റ് ഫുഡ് കോസ്റ്റ് 40%, മേ ബി 50% ലെവലിലുണ്ടാവും. ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ ഈ ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റാണ് പറയുന്നത് 30 രൂപ. ബാക്കി കോസ്റ്റൊക്കെ കിടക്കുകയല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അടുത്ത ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ. എൻ്റെ പേര് ആദിത്യദേവ്. മൃണാളേട്ടന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു 3 കൊല്ലം മുമ്പ് KLFൻ്റെ വേദിയിൽ ഞാൻ ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് എനിക്ക് ഭക്ഷണത്തെ പറ്റി പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ റെഫർ ചെയ്യാൻ പറ്റിയ ബുക്സ് ഏതൊക്കെയാണ്. അന്ന് പറഞ്ഞൊരു ഇതായിരുന്നു എസ്കോഫിയറിൻ്റെ ബുക്കും കേരള ഭക്ഷണ ചരിത്രവും. എനിക്ക് കേരള ഭക്ഷണ ചരിത്രം ഇവിടെ നിന്നാണ് ഈ പ്രാവശ്യമാണ് കിട്ടിയത്. 3 വർഷത്തിന് ശേഷം പരത്തിയിട്ടാണ് കിട്ടിയത്. ഇപ്പം ഞാനൊരു ഡിപ്ലോമ ഹോൾഡറാണ്, കൾനറി ആർട്സ് ഡിപ്ലോമ ഹോൾഡറാണ്. ഞാൻ ഡൽഹിയിലായിരുന്നു ട്രെയിനിങ് ഒക്കെ ചെയ്ത്. അപ്പോഴും അവർക്ക് ആബിദാത്തയുടെ ഒക്കെ റെസിപ്പി നോക്കിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അടിപൊളിയാണ്. ഇതെന്താ ഞങ്ങൾ അറിയാണ്ട് പോയത്, ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതായിട്ട് ദോശയും ഇഡ്ഡലിയും വടയും മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു സദ്യ അറിയാം, ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് അവർക്കും നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഗ്ലോബലി നമ്മളൊരു ഫുഡ് അടയാളപ്പെടുത്താൻ പറ്റാത്തത്? അതുപോലെ തന്നെ എന്നെപ്പോലെ ഫുഡ് കുക്ക് ചെയ്യാനും ഭക്ഷണത്തെ പറ്റിയൊക്കെ താല്പര്യമുള്ളവർക്ക് മാപ്പിള കുസീൻ അല്ലെങ്കിൽ മലബാർ കുസീന് എങ്ങനെയാണ് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റീസ്? നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പൊറോട്ട അടിക്കാനും ഇതിനൊക്കെ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതുപോലെ മലപ്പുറത്ത് ആ സൈഡിലൊക്കെ ബിരിയാണി അല്ലെങ്കിൽ ആ നമ്മുടെ പുതിയ ഹോട്ടൽസിലൊക്കെ എന്തൊക്കെയാണ് വിൽക്കുന്നത് ആ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ മാപ്പിള കുസീൻ എന്നുള്ള സാധനത്തിൻ്റെ പ്രോപ്പർ ഫുഡ്സ് എങ്ങനെ പഠിക്കാൻ പറ്റും എന്ന് ആബിദത്തൊന്ന് പറയണം, മൃണാളേട്ടനൊന്ന്. നീ പറയുന്നത് ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങേണ്ടി വരും അല്ലേ? ഞാൻ ഒരുപാട് കരിക്കുലം മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ സ്കൂളിൽ എഡ്യൂക്കേഷൻസ് എല്ലാം മാറ്റുന്നുണ്ട്. ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള സമയത്ത് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തതാ. ആ ഡിസൈനിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഒരു ഹോട്ടൽ ഇൻഡസ്ട്രീൻ്റെ പോയി കഴിഞ്ഞാൽ ഒരു മഞ്ഞ ഗ്രേവി, ഒരു റെഡ് ഗ്രേവി, ഒരു വൈറ്റ് ഗ്രേവി, ഇതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിലെന്ത് വേണ്ട പ്രോട്ടീൻ ഇടുക, അതേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മൾ അവിടെ മുതൽ ശരിയാവാനുണ്ട്. ഞാൻ ഒരാൾ 25 കൊല്ലമായി ഞാൻ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. 25 കൊല്ലം ഇത്രയും സംസാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇത്ര ലെവലിൽ ഈ മലബാർ ഫുഡ് എത്തിയത്. ആൻഡ് ഐ വാസ് ടോക്കിംഗ് ഇറ്റ് ഓൾ അലോൺ. മലബാർ ഞാൻ 2007-2010 മുതൽ കേരളം വിട്ടിട്ട് ഡൽഹിയിൽ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണിയെ പറ്റി പറയുന്നു, ഈ നെയ്ച്ചോറിനെ പറ്റി പറയുന്നു. വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്തല്ലേ എത്താൻ പറ്റുന്നുള്ളൂ. ഇത് എങ്ങനെ നമ്മൾ എത്തിക്കും? ഇപ്പോൾ ഈ കോഴിക്കോടിനെ ഒരു ഫുഡ് സിറ്റി ആക്കി മാറ്റുക എന്നുള്ളത് 25 കൊല്ലം മുന്നേയുള്ള സ്വപ്നമാണ്. ഇന്നാണ് നമ്മൾക്കത് ഏകദേശം അടുത്തടുത്ത് വരുന്നത്. ഇനിയുള്ള പ്രയത്നത്തിൽ ഇതിനെ നമുക്കൊരു ടോപ്പ് ലെവലിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിച്ചെടുക്കാം. പ്രാക്ടിക്കലി നോക്കിയാൽ ഭക്ഷണം കമേഴ്ഷ്യലി ഉണ്ടാക്കാൻ, അതായത് നമുക്കൊരു ഫുഡിൻ്റെ റെസിപ്പി അറിയണമെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരാളുടെ കൂടെ നിന്ന് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി പഠിക്കാം. പക്ഷെ കമേഴ്ഷ്യലി ഇപ്പോൾ 500 ബിരിയാണി ഉണ്ടാക്കണം, അല്ലെങ്കിൽ 1000 പൊറോട്ട ഉണ്ടാക്കണം, ആ രീതിയിൽ പഠിക്കണമെങ്കിൽ
അങ്ങനെ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് ചേരുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ പോയി നിന്ന് വളരെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞത്. അതേ ഉള്ളൂ. എല്ലാവരും അവനവൻ്റെ അമ്മമാർ ഉണ്ടാക്കുന്നത് പഠിക്കുക. അത് ബേസിക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ മാതിരി മൃണാൾ പറഞ്ഞ മാതിരി നെക്സ്റ്റ് സെക്ടറാണ് ഇൻഡസ്ട്രിയിൽ പഠിക്കുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് കണ്ട് കേട്ട് പഠിക്കുന്നതിൻ്റെ ഒരു വലിയ BSc ആണ് നിങ്ങൾ അവിടെ പോയി പഠിക്കുന്നത്. 10ാം ക്ലാസ് വരെ വീട്ടിൽ പഠിക്കും. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ചൈനയിൽ കിൻഡർ ഗാർഡനിൽ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കുട്ടികളെ കൊണ്ട് തന്നെ കുക്ക് ചെയ്യിക്കുന്നു. ഈ ഹൈറ്റുള്ള ചെറിയ കുട്ടികൾ. നമ്മൾ സ്കൂളിൽ മറ്റേ ഈ കണക്ക്, ഹോംവർക്ക്, അത് ഇതൊക്കെയാണല്ലോ പഠിക്കുന്നത്. ദുബായിലുള്ള പ്രവീൺ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ എന്നോട് പറഞ്ഞാണ് മാങ്ങ കിട്ടുന്നത് ലുലുന്നാന്ന്. അവൾക്ക് മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അവള് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയത്തെ കാലത്ത് ഇത് കോംപ്ലിക്കേറ്റഡ് ആവുകയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ആബിത്ത, അസ്സലാം വലൈക്കും. ആബിത്താൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ലാസ്റ്റ് ബൂംബാങ്ങുമായിട്ട് ഓയിസ്റ്റർ പച്ചക്ക കഴിച്ചടക്കം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആബിത്താൻ്റെ കയ്യിലുള്ള ബിരിയാണി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു ദിവസം ബിരിയാണി കിട്ടുമോ? വിളിച്ചോ, ഞാൻ വരാം. എൻ്റെ ചോദ്യം ആബിത്താനോടല്ല, മൃണാൾ സാറിനോടാണ്. ഇവിടെ സംവാദം എന്നുള്ള നിലയിൽ ഒരു ആശയപരമായ വിമർശനം നടത്തുന്നതിൽ പ്രശ്നമുണ്ടോ? ഒരു വിമർശനം നടത്തുന്നതിൽ പ്രശ്നമുണ്ടോ എന്നായിരുന്നു. നിങ്ങളല്ലേ പറഞ്ഞു. ഇപ്പോൾ സാറ് ഒരു ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അവിടെ 50 രൂപയുടെ ഷവർമ കഴിച്ചു. 50 രൂപയുടെ ഷവർമ കഴിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു, എന്തിനാണ് 100 രൂപയുടെ ഷവർമ വാങ്ങുന്നത്? ഇത്രയും ചീപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് 50 രൂപയ്ക്ക് ഷവർമ കിട്ടുമ്പോൾ എന്തിന് നമ്മൾ 100 രൂപയുടെ ഷവർമ വാങ്ങുന്നു? അപ്പോൾ 100 രൂപയുടെ ഷവർമ വാങ്ങുമ്പോൾ നിങ്ങൾ പറയുന്നു 50 രൂപയ്ക്ക് ചീപ്പ് ഷവർമ എന്തിനു വാങ്ങുന്നു? 100 രൂപയുടെ ഹൈ ക്വാളിറ്റി ഷവർമ വാങ്ങും. ഇത് നിങ്ങൾ 3 കോടി മലയാളികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫുഡ് ബ്ലോഗറാണ്, അല്ലേ സാർ? 3 കോടിയിലധികം മലയാളി, സാർക്ക് അത്ര ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം സാറുടെ ഒരു വാക്ക് വളരെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരിക്കലും മലയാളികളുടെ ആരോഗ്യത്തിന് വില പറയരുത് സാർ, ഒരിക്കലും പറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ കണ്ടന്റ് അത്രയും ആസ്വദിക്കുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട് അടക്കം സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് പല ഹോട്ടലിൽ പോയും ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ സാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയപരമായി തിരുത്തൽ വേണ്ടടുത്ത് തിരുത്തണം. സാറ് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ തെറ്റുകൾ തിരുത്തണം. അതപ്പോൾ സാർക്ക് വേറെ വിഷമം തോന്നാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, തിരുത്താൻ കഴിയുമെങ്കിൽ ഒന്ന് തിരുത്തുക. താങ്ക് യു. എനിക്കിതിൽ യാതൊരു വിഷമമില്ല. ഇതിലെന്താ രാഷ്ട്രീയം? ഓക്കെ, ഇത് 2 കാലത്താണ്. ഒന്നാമത്തെ കാലം കോവിഡിൻ്റെ സമയമാണ്. ആ സമയത്ത് ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് എല്ലാം ഭയങ്കര കുറവായിരുന്നു. ആ കട തന്നെ പിന്നെ ഭക്ഷ്യസുരക്ഷാ കേന്ദ്രം വൃത്തിയില്ല എന്നും പറഞ്ഞ് അടപ്പിച്ചു. സാറ് ബാലൻചേട്ടൻ്റെ കടയോ അങ്ങനെ ഒരു കട സാറിന് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ സാർ അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ബാലൻചേട്ടൻ്റെ കടയിൽ ഷവർമയില്ല. കുഴപ്പമില്ല, അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞാൽ മതി. അല്ലേ? 2 കാലം, നമ്മുടെ സമയം തീരാണ്. കാലം മാറും. പണ്ട് മമ്മൂട്ടി ഒരു സിനിമയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ബാക്കിലൊരു ബോർഡുണ്ട്, അതിൽ ബീഫ് കറി 13 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ റഹ്മത്തിൽ പോയ 13 രൂപയ്ക്ക് കിട്ടുമോ? കിട്ടൂല. കാലം മാറും. ഞാൻ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് 8 കൊല്ലമായി. ഒരു ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഞാനിപ്പോൾ പറയാൻ വന്ന, ഇപ്പം നമുക്ക് തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുൽച്ചാടി മുതൽ പുലി വരെ കഴിക്കുന്ന രാജ്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ചിക്കനും മട്ടനും ബീഫും കഴിക്കുന്ന ഒരു നോൺ വെജ് സമൂഹം തന്നെ ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലത്തെ പോസ്റ്റുകളും അല്ലെങ്കിൽ ഈ ഒരു പഴുതാരനൊക്കെ കഴിക്കുന്ന ഫോട്ടോ ഇടുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് കഴിക്കുക, ഈ നോൺ വെജ് ഭക്ഷണമൊക്കെ എങ്ങനെയാണ് മനുഷ്യർ കഴിക്കുക എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് ദിവസം ഒരു നേരം നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മലയാളികൾ വരെ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭക്ഷണക്രമത്തോട് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട്, അതായത് നമ്മൾ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മുതലിനൊക്കെ ഒരു വളർത്തിയാണല്ലോ കഴിക്കാനായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഭക്ഷണക്രമത്തോട് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? ഫുൾ ടൈം ഞാൻ അങ്ങനെ ഒരു ഇതിനെപ്പറ്റി പറയാനുള്ള ഒരാളല്ല. എനിക്ക് മലബാറും ഇവിടുത്തെ ഭക്ഷണമായിട്ടുള്ള ശീലങ്ങളേ ഉള്ളൂ. ആ ഒരു ഭക്ഷണ രീതികൾ അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അതിനനുസരിച്ചിട്ടായിരിക്കും. നമ്മുടെ ബോഡിക്ക് അതിൻ്റെ പരിചയം ഇല്ലല്ലോ അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം നമ്മൾ പഠിപ്പിച്ച് തന്ന കാര്യമല്ലേ നമ്മൾ കഴിക്കണതല്ലേ. പഠിക്കാത്തൊരു സാധനമാകുമ്പോൾ നമുക്ക് അതിനോട് എപ്പോഴും ഒരു വെറുപ്പും ബേജാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ബട്ട് ഐ എം സോറി, എനിക്ക് ഇതിനൊരു നല്ല മറുപടി പറയാൻ അറിയില്ല. നമ്മൾ അഷ്ടാംഗ ഹൃദയം വായിച്ചാൽ അതിനകത്ത്
കമ്പിൽ മെറ്റലിൽ കുത്തി ചുട്ട ഇറച്ചി വിഷം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും അൽഫാം കഴിക്കാറില്ലേ? അത് മെറ്റലിൽ കുത്തി ചുട്ട ഇറച്ചിയല്ലേ? അത് കാലം കഴിയും തോറും, സ്ഥലം മാറും തോറും ഭക്ഷണക്രമം മാറും. അത് അവരുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് അവരെ കഴിക്കാൻ അനുവദിക്കുക. അതോടുകൂടി തീർന്നില്ലേ? താങ്ക് യു. നമ്മുടെ സമയം തീരാണ്. അടുത്ത സെഷനുള്ള ഗസ്റ്റുകൾ വന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് 3 of us. താങ്ക് യു. Thank you.